ഇറാനിൽ നടക്കുന്നത് വമ്പൻ അട്ടിമറി നീക്കമെന്ന റിപ്പോർട്ടുകൾ. പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിച്ചാൽ അമേരിക്ക നേരിട്ടിറങ്ങുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഖമനേയി ഭരണകൂടം ഇറങ്ങിപ്പോകണമെന്നും ഷാ ഭരണകൂടം തിരികെ വരണം എന്നുമാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. അതേസമയം ആഭ്യന്തര വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഒരു പ്രദേശം മുഴുവൻ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഇറാന്റെ മറുപടി. അജയ് സുതാബിജു ചേർന്നുണ്ട് വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഇറാനിൽ അത്ര നല്ല സാഹചര്യമല്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഈ അമേരിക്കയുടെ ഈ മുന്നറിയിപ്പിന് ഏത് തരത്തിലാണ് ഖമനേയി മറുപടി നൽകുന്നത്? എൽദോ, ഈ പുതുവർഷം തുടങ്ങിയത് മുതൽ ഇറാനിൽ സാഹചര്യങ്ങൾ അത്ര ശുഭകരമല്ല. കഴിഞ്ഞ ഡിസംബർ 28 മുതലാണ് അവിടെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. അതിപ്പോൾ പുതുവർഷമായപ്പോൾ കൂടുതൽ ആളിക്കത്തുന്ന സ്ഥിതിഗതികളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ ഒരു പൊതു അവധി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ആ ദിവസം തന്നെ കൂടുതൽ പ്രതിഷേധക്കാർ ഈ തെരുവുകളിലേക്ക് ഇറങ്ങുകയും അത് കൂടുതൽ ആളിക്കത്തുകയും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ മരണത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തു. ഇപ്പോൾ മൊത്തം 7 മുതൽ 10 വരെ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടേക്കാം എന്നാണ് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഥിതിഗതികൾ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല. ടെഹ്റാനിൽ ഒരു കൂട്ടം വ്യാപാരികൾ അവരുടെ കടകൾ അടച്ച് പ്രതിഷേധിച്ചാണ് ഇതിൻ്റെ ഒരു തുടക്കമിട്ടത്. എന്നാൽ അത് പിന്നീട് രാജ്യവ്യാപകമായി ബാധിക്കുകയായിരുന്നു. ഇത് മറ്റ് ഈ വ്യാപാരികളും ഇപ്പോൾ അവിടെ ഈ ഇൻഫ്ലേഷനെതിരെയും അതുപോലെ തന്നെ അവിടെയുള്ള ഈ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതിനെതിരെയും വലിയ പ്രതിഷേധവുമായി നിരവധി വ്യാപാരികൾ രാജ്യമൊട്ടാകെ രംഗത്തെത്തി. അതിനുശേഷം വിദ്യാർത്ഥികൾ അവരുടെ കോളേജുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും എല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്നുകൊണ്ട് അത് വലിയൊരു പ്രക്ഷോഭമായി രാജ്യവ്യാപകമായി മാറുകയായിരുന്നു. എന്നാൽ ഈ ഇറാൻ ഭരണകൂടം ഇപ്പോൾ നിലവിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലുണ്ടായതുപോലെ ഇപ്പോൾ നമുക്ക് സമീപത്തുള്ള ഇപ്പോൾ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ നേപ്പാളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള ഒരു വലിയ അട്ടിമറി സർക്കാരിനെതിരെ നടത്താൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നത് എന്നൊരു നിലപാടാണ് നിലവിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ വകവയ്ക്കാതെ കടുത്ത നടപടികളുമായി ഈ സർക്കാർ പോകുന്നു. 100 കണക്കിന് പേർ ഇപ്പോഴും ജയിലിലായിട്ടുണ്ട്. അപ്പോൾ ഈ നിലപാടിനെതിരെയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ട്രംപിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് അത് തീർത്തും പ്രകോപനപരമാണ് എന്നാണ് ഇറാൻ നിലവിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ട്രംപ് മുൻപും പല കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ വളരെ ഒരു ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൈകാര്യം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രതിഷേധക്കാർക്കെതിരെ നിറയൊഴിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ കടുത്ത നടപടികളുമായി ഇറാൻ ഭരണകൂടം പോയാൽ അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ തന്നെ നിരവധി അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ നിരവധി ഉപരോധങ്ങൾ ഇറാൻ ഭരണകൂടത്തിന് മേലുണ്ട്. അപ്പോൾ അതെല്ലാം കാരണം അവരുടെ കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് വളരെയധികം താഴേക്ക് പോയി. ഇൻഫ്ലേഷൻ നിരക്കെന്ന് പറയുന്നത് 45% മുതൽ 50% വരെയായി. ഒരു റിയാലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് $1 അത് ഈ റിയാലിലേക്ക് കണക്കാക്കുമ്പോൾ അത് ഏതാണ്ട് 1 മില്യണിന് മുകളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ട്രംപിൻ്റെ ഈ ഒരു പരാമർശം അതിനെതിരെ ഇപ്പോൾ ശക്തമായിട്ട് തന്നെ ഇറാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അലി രാജിനാനിയാണ് ഇത്തരത്തിലൊരു തിരിച്ച് ട്രംപിന് മറുപടിയുമായി നിലവിൽ രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ ട്രംപിൻ്റെ പ്രസ്താവന അത് ഇറാനിലുള്ള സാഹചര്യം അത് കൂടുതൽ ഗുരുതരമാക്കാനേ സഹായകരമാവുകയുള്ളൂ. ട്രംപ് സ്വന്തം രാജ്യങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ നോക്കണം, അവരുടെ സൈനികരുടെ സുരക്ഷ കണക്കാക്കണം. അല്ലാതെ ഈ ഇറാൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മേഖലയിലെ സാഹചര്യം തന്നെ കൂടുതൽ വഷളാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നിലവിലെ പ്രക്ഷോഭങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 2022 മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾ അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളാണ് ഇറാനിൽ നിലവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മഹ്സ അമീനി തട്ടം നേരെ ഇടാത്തത് കാരണം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൊല്ലപ്പെട്ട ഒരു യുവതിയായിരുന്നു. അപ്പോൾ അത് കാരണം അന്ന് രാജ്യവ്യാപകമായി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടന്നിരുന്നു. ഇപ്പോൾ അതിനുശേഷം വലിയൊരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭം തന്നെയാണ് അവിടെ നടക്കുന്നത്. ആദ്യം കുറച്ച്
ആരംഭിച്ച് കടയുടമകളിൽ തുടങ്ങി ഇപ്പോൾ രാജ്യവ്യാപകമായി ആ പ്രതിഷേധം വ്യാപിച്ചിട്ടുണ്ട്. ഈ ഭരണകൂടത്തിൻ്റെ ഒരു മാറ്റം തന്നെയാണ് ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ സർക്കാർ എല്ലാ തരത്തിലും ഈ പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്താനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സമീപ രാജ്യമായിട്ടുള്ള നേപ്പാളിൽ ഉൾപ്പെടെ സംഭവിച്ചതുപോലെ വലിയൊരു അട്ടിമറി നിലവിലെ സാഹചര്യത്തിൽ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ശക്തമായി തന്നെ ഈ സ്ഥിതിഗതികൾ ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാർ നിരവധി ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഒന്നും തന്നെ നിലവിൽ പ്രതിഷേധിക്കുന്നില്ല. പല സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വരും ദിവസങ്ങളിൽ റിയാലിൻ്റെ മൂല്യം കൂടുതൽ താഴേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഉള്ള ഇൻഫ്ലേഷൻ നിരക്ക് അത് 50%. അത് കൂടുതൽ വഷളായാൽ വലിയ തരത്തിലുള്ള ഒരു ദാരിദ്ര്യത്തിലേക്കാകും ഇറാൻ പോവുക. ആ സാഹചര്യത്തിൽ ഇറാന് മറ്റ് അന്താരാഷ്ട്ര സഹായങ്ങൾ വേണ്ടിവരും. എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മറ്റ് ലോകരാജ്യങ്ങളാണെങ്കിലും പ്രധാനമായിട്ടും US ആണെങ്കിലും നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാന് മേൽ. അപ്പോൾ ഈ ഉപരോധങ്ങൾ മാറ്റിക്കൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ ഇവരെ സഹായിക്കാനായി മുന്നോട്ട് വരുമോ എന്നുള്ളതും ഇവിടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇറാനിൽ സാഹചര്യങ്ങൾ അത് ഗുരുതരമാണ്.